സാധാരണ ബിസിനസ്സുകളിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ തേടി അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറ്. എന്നാൽ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് നിങ്ങളെ തേടി വരുന്ന ഒരു അവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാസങ്ങൾക്ക് മുൻപേ ടേബിൾ ബുക്ക് ചെയ്യേണ്ട റെസ്റ്റോറൻറ്റുകൾ, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രീ ഓർഡർ വാങ്ങിത്തീരുന്ന പ്രൊഡക്റ്റുകൾ. ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്താണ്? ഒരു സാധാരണ ബിസിനസ്സിനെ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒന്നാക്കി മാറ്റാനുള്ള ആ രഹസ്യ ചേരുവ എന്തായിരിക്കും? ഇന്ന് നമ്മളതാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആവശ്യകത അഥവാ ഡിമാൻഡ്, ലഭ്യത അഥവാ സപ്ലൈ മറികടക്കുന്ന ഒരു ബിസിനസ് എങ്ങനെ തന്ത്രപരമായി രൂപപ്പെടുത്താമെന്ന് നമുക്ക് ഇതിലൂടെ ഒന്ന് ആഴത്തിൽ ചർച്ച ചെയ്യാം. ശരി, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡിമാൻഡും സപ്ലൈയും സ്കൂളിൽ പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠം. പക്ഷേ പ്രീസ്ലി പറയുന്നത് മിക്ക ബിസിനസ്സുകളും മറന്നുപോകുന്നതും ഈ പാഠം തന്നെയാണെന്നാണ്. ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടുമ്പോൾ മാത്രമേ ലാഭമുണ്ടാകുന്നുള്ളൂ. ഇതിന് പുസ്തകത്തിൽ പറയുന്ന ഒരു ക്ലാസിക് ഉദാഹരണമാണ് എയർലൈൻ ഇൻഡസ്ട്രിയും റോളക്സ് വാച്ചുകളും തമ്മിലുള്ള വ്യത്യാസം. എയർലൈൻ ടിക്കറ്റുകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടും. അവിടെ ലഭ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലാഭം വളരെ കുറവാണ്, ഏകദേശം 3 മുതൽ 7% വരെ മാത്രം. എന്നാൽ റോളക്സ് നോക്കൂ, അവർ ഡിമാൻഡ് എപ്പോഴും സപ്ലൈയേക്കാൾ മുകളിൽ നിൽക്കുമെന്ന് ഉറപ്പുവരുത്തും. അതുകൊണ്ട് അവർക്ക് എല്ലാ വർഷവും വില കൂട്ടാനും വലിയ ലാഭം നേടാനും സാധിക്കുന്നു. കൃത്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. റോളക്സ് വിജയിക്കുന്നത് അതൊരു വില കൂടിയ ഉൽപ്പന്നമായതുകൊണ്ട് മാത്രമല്ല, ആളുകൾ കാത്തിരിക്കാൻ തയ്യാറാകുന്ന ഒരനുഭവം അവർ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ്. ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള കളിയിൽ 3 റിസൾട്ടേ ഉള്ളൂ. ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടിയാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. രണ്ടും ഏകദേശം ഒപ്പത്തിനൊപ്പമാണെങ്കിൽ കഷ്ടിച്ച് ശമ്പളം കിട്ടി മുന്നോട്ടു പോകാം. ഇനി സപ്ലൈ ആണ് ഡിമാൻഡിനേക്കാൾ കൂടുതലെങ്കിൽ നഷ്ടമുറപ്പാണ്. അപ്പോൾ ബിസിനസ്സിൽ എപ്പോഴും കിട്ടാനില്ലാത്ത ഒന്നിനാണല്ലേ വിലയുണ്ടാവുക? എളുപ്പത്തിൽ കിട്ടുന്നത് അത്ര നല്ലതല്ല. തീർച്ചയായും. കാലിഫോർണിയയിലെ പ്ലാസ്റ്റിക് സർജന്മാരുടെ കാര്യം ഒരു നല്ല ഉദാഹരണമാണ്. ഒരു കാലത്ത് അവിടെ വളരെ കുറച്ചു സർജന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഡിമാൻഡും അവർക്ക് നല്ല ലാഭവും കിട്ടി. ഇത് കണ്ട് ധാരാളം പേർ ആ രംഗത്തേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സപ്ലൈ കൂടി, ഡിമാൻഡ് പഴയതുപോലെ തന്നെ നിന്നു. അതോടെ അവരുടെ വരുമാനം ഒരു സാധാരണ നിലയിലേക്ക് താഴ്ന്നു. അപ്പോ നിങ്ങളുടെ വിപണി നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്നതാണ് ഇവിടത്തെ പ്രധാന പാഠം. ശരിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്? മാർക്കറ്റിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇത് നടക്കുമോ? ഒരിക്കലുമില്ല. അതാണ് അടുത്ത പ്രധാന പോയിന്റ്. മാർക്കറ്റിലുള്ള എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ ആകേണ്ടതില്ല. നിങ്ങളെ അറിയുകയും ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെ കണ്ടെത്തിയാൽ മതി. പ്രീസ്ലി ഇതിനെ ഫൈൻഡിങ് യുവർ പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ടോം ക്രൂസിന്റെ സിനിമയുടെ കാര്യം ഓർത്താൽ മതി. സിനിമയുടെ കഥയോ സംവിധായകനോ ആരെന്ന് നോക്കാതെ ടോം ക്രൂസ് ഉണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് ടിക്കറ്റ് എടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് സ്വന്തമായി ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ഒരു പുതുമുഖ നടനാണെങ്കിൽ ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരൂ. അതെ, ആ നടൻ ആളുകളുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് പ്രീസ്റ്റ്ലി ഒരു രസകരമായ ഫോർമുല പറയുന്നുണ്ട്: 7-11-4. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മെറ്റാലിക്കയുടെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഹെവി മെറ്റൽ ഫാനൊന്നുമല്ല. പക്ഷേ മെറ്റാലിക്കയുടെ ഒരു കൺസേർട്ട് ഇവിടെ അടുത്ത് വന്നാൽ ഞാൻ ടിക്കറ്റ് എടുത്ത് പോകും. കാരണം വർഷങ്ങളായി പലയിടങ്ങളിൽ നിന്നായി ഞാൻ അവരുടെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അവരുടെ അഭിമുഖങ്ങൾ കാണുന്നുണ്ട്. അറിയാതെ തന്നെ അവരെന്റെ 7-11-4 പൂർത്തിയാക്കി. അതൊരു പെർഫെക്റ്റ് ഉദാഹരണമാണ്. എന്താണ് ഈ 7-11-4 എന്ന് നമുക്ക് വിശദീകരിക്കാം. ആളുകൾക്ക് നിങ്ങളുമായി ഒരു വിശ്വാസ്യത തോന്നണമെങ്കിൽ അവർ നിങ്ങളുമായി കുറഞ്ഞത് 11 തവണയെങ്കിലും സമ്പർക്കം പുലർത്തണം. അത് ഏകദേശം 7 മണിക്കൂറോളം വരുന്ന നിങ്ങളുടെ ഉള്ളടക്കം, അതായത് കണ്ടന്റ്, ആസ്വദിച്ചിട്ടുണ്ടാവണം. അതും 4 വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലായിരിക്കണം. ചിലപ്പോൾ യൂട്യൂബിൽ, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ, ഒരു പോഡ്കാസ്റ്റിൽ, പിന്നെ ഒരു ആർട്ടിക്കിളിൽ. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് കൂടുതലാണെന്ന് തോന്നുമല്ലോ. ഇത്രയൊക്കെ സമയം ആളുകൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുമോ? ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഇത് സാധ്യമാണ്. ഇത് സംഭവിക്കുമ്പോൾ അവർ നിങ്ങളുടെ ആരാധകരായി മാറുന്നു. പിന്നെ അവർ മറ്റുള്ളവരെ അവഗണിക്കാനും നിങ്ങൾ പറയുന്ന വില നൽകാനും തയ്യാറാകും. നിങ്ങളൊരു ഫിറ്റ്നസ് കോച്ചാണെന്ന് കരുതുക.
1000 പേരിൽ നിന്ന് 80 രൂപ വെച്ച് വാങ്ങുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്ന 8 പേരെ കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്ന് 8000 രൂപ വാങ്ങുന്നത്. ആ 8 പേരെ കണ്ടെത്താനുള്ള വഴിയാണ് ഈ 7-11 4. ഓക്കെ, അപ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെ കണ്ടെത്തി. ഇനി അവരെക്കൊണ്ട് എങ്ങനെ നമ്മുടെ ഉൽപ്പന്നം വാങ്ങിപ്പിക്കാം? നേരിട്ട് വിൽപ്പന തുടങ്ങിയാൽ മതിയോ? അവിടെയാണ് മിക്കവർക്കും തെറ്റുപറ്റുന്നത്. പ്രീസ്റ്റ്ലി പറയുന്നത് നേരിട്ട് വിൽക്കുന്നതിനു മുൻപ് വിപണി ഉണ്ടാക്കുക എന്നാണ്. അതായത് മേക്ക് യുവർ മാർക്കറ്റ് ദെൻ മേക്ക് യുവർ സെയിൽസ്. താൽപ്പര്യമുണ്ടോ എന്ന് ആദ്യം ചോദിക്കുക, എന്നിട്ട് മാത്രം വിൽക്കുക. ഗ്ലാസ്റ്റൺബറി മ്യൂസിക് ഫെസ്റ്റിവൽ ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി പുസ്തകത്തിൽ പറയുന്നുണ്ട്. വർഷത്തിൽ 364 ദിവസവും നിങ്ങൾക്ക് അതിന്റെ ടിക്കറ്റ് വാങ്ങാൻ പറ്റില്ല. ടിക്കറ്റ് വേണമെന്ന താൽപ്പര്യം രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ സാധിക്കൂ. ഏകദേശം 13.5 ലക്ഷം ടിക്കറ്റുകൾക്ക് വേണ്ടി 7,50,000-ത്തിലധികം ആളുകളാണ് ഓരോ വർഷവും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിട്ട് വർഷത്തിലാകെ ഒരു ദിവസം ടിക്കറ്റ് വിൽപ്പന തുടങ്ങി ഏകദേശം 40 മിനിറ്റിനുള്ളിലെല്ലാം വിറ്റ് തീരും. ഈ തമ്രത്തെയാണ് സിഗ്നൽ കളക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആരൊക്കെയാണ് താൽപ്പര്യം കാണിക്കുന്നത് എന്നതിന്റെ സിഗ്നൽ നമ്മൾ മുൻകൂട്ടി ശേഖരിക്കുന്നു. ഇത് ഗ്ലാസ്റ്റൺബറി പോലൊരു വലിയ ഇവന്റിന് മാത്രമല്ല, ഏത് ചെറിയ ബിസിനസ്സിനും പ്രയോഗിക്കാം. ഒരു മിനിറ്റ്, ഗ്ലാസ്റ്റൺബറിക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ ഒരു ചെറിയ കേക്ക് ഷോപ്പ് നടത്തുന്നയാള് ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? വളരെ നല്ല ചോദ്യം. ആ കേക്ക് ഷോപ്പിന്റെ കാര്യം തന്നെ എടുക്കാം. അവർ ക്രിസ്മസിന് ഒരു സ്പെഷ്യൽ ലിമിറ്റഡ് എഡിഷൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്നു എന്ന് കരുതുക. വെറും 100 കേക്കുകൾ മാത്രം. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് വിൽപ്പന തുടങ്ങുന്നതിനൊരു ഒരാഴ്ച മുൻപ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാം. ഞങ്ങളുടെ ലിമിറ്റഡ് എഡിഷൻ ക്രിസ്മസ് കേക്കിനായി പ്രീ ബുക്കിംഗ് ഉടൻ ആരംഭിക്കും. താൽപ്പര്യമുള്ളവർ ഈ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഒരുപക്ഷെ 200 പേർ ആ ഫോം ഫിൽ ചെയ്യുമായിരിക്കാം. അപ്പോൾ വിൽപ്പന തുടങ്ങുന്നതിന് മുൻപേ തന്നെ 100 കേക്കിന് 200 ആവശ്യക്കാരുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതെ. ഇനി അവർക്ക് ധൈര്യമായി അടുത്ത പോസ്റ്റ് ഇടാം. ഞങ്ങളുടെ 100 ലിമിറ്റഡ് എഡിഷൻ കേക്കുകൾക്ക് 200-ലധികം ആളുകൾ താൽപ്പര്യം അറിയിച്ചിരിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് ബുക്കിംഗ് ആരംഭിക്കും. ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്ക് മാത്രമേ ലഭിക്കൂ. ഈ സുതാര്യത, ഈ ട്രാൻസ്പെറൻസി ആ കേക്കിന്റെ മൂല്യം ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കും. ആളുകൾക്ക് മനസ്സിലാവും ഇത് കിട്ടാൻ പ്രയാസമുള്ള ഒന്നാണെന്ന്. ഇതൊരു കൃത്രിമ ദൗർലഭ്യമുണ്ടാക്കുകയും വിലപേശൽ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആളുകൾ താൽപ്പര്യം കാണിച്ചു, അവർക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും മനസ്സിലായി. എന്നുവെച്ച് അവർ വാങ്ങണമെന്നില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ ഒത്തുവന്നാലാണ് ഒരാൾ പണം മുടക്കാൻ തയ്യാറാകുന്നത്? ആ ഒരു വാങ്ങാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുക്കുന്നത്? ഒരു വാങ്ങൽ നടക്കണമെങ്കിൽ 3 ഘടകങ്ങൾ ഒരുമിച്ച് വരണമെന്നാണ് പ്രീസ്റ്റ്ലി പറയുന്നത്. യുക്തി, ലോജിക്, വികാരം, ഇമോഷൻ, പിന്നെ തിടുക്കം, ഏർജൻസി. ഇവ 3ഉം ചേരുമ്പോഴാണ് ഒരാൾ പേഴ്സ് തുറക്കുന്നത്. നമുക്ക് റോളക്സിന്റെ ഉദാഹരണം വെച്ച് ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. റോളക്സ് വാങ്ങുന്ന ഒരാളുടെ മനസ്സിൽ ഈ 3 കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. 1. യുക്തി. ഈ വാച്ചിന് കാലം ചെല്ലുന്തോറും വില കുറയുന്നില്ല, കൂടുകയുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല നിക്ഷേപമാണ്. ഇതാണ് ലോജിക്. ശരിയാണ്. 2. വികാരം. ഒരു റോളക്സ് കയ്യിൽ കെട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, അത് വിജയത്തിന്റെയും സ്റ്റാറ്റസിന്റെയും ഒരു ചിഹ്നമാണ്. ഞാൻ ജീവിതത്തിൽ വിജയിച്ചൊരാളാണ് എന്ന് സ്വയം തോന്നാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ഉപാധി. അതാണ് ഇമോഷൻ. കൃത്യം. ഇനി 3ാമത്തത് തിടുക്കം. ഇതിനെപ്പോഴും ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമാണ്. ഇപ്പൊ വാങ്ങിയില്ലെങ്കിൽ പിന്നെ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ വില ഇനിയും കൂടും. ഈ തോന്നലാണ് അർജൻസി. ഇതിനെയാണ് നമ്മൾ ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും ചേരുമ്പോൾ ആ കച്ചവടം അവിടെ നടക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനം സൈക്കോളജി തന്നെയാണല്ലേ? മറ്റുള്ളവർക്ക് ഒരു സാധനം വേണം എന്ന് കാണുമ്പോൾ നമുക്കും അതിനോടൊരു പ്രത്യേക താൽപ്പര്യം തോന്നും. ഒരു കടയിൽ നല്ല തിരക്കുണ്ടെങ്കിൽ അവിടെ എന്തോ നല്ലതുണ്ടെന്ന് നമ്മളും കരുതുന്നു. അതെ, ഇതിനെ സോഷ്യൽ പ്രൂഫ് എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങുന്നത് ഒരു സാധാരണ ഇടപാടായി കാണാതെ ഒരു പ്രത്യേക അനുഭവമാക്കി മാറ്റണം. ആ ഒരു വാങ്ങൽ അനുഭവം, ഒരു ബൈയിങ് എൻവയൺമെന്റ്, അത് സൃഷ്ടിക്കുന്നതിലാണ് ബിസിനസിന്റെ വിജയം. ശരി, ഈ ആശയങ്ങളെല്ലാം കേൾക്കാൻ കൊള്ളാം. പക്ഷെ നാളെ രാവിലെ കട തുറക്കുമ്പോൾ ഞാനിതെങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത്? ഇതിനൊരു സിസ്റ്റം വേണ്ടേ? അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കേട്ട് തല കറങ്ങുകയാണ്. ഉണ്ട്. അതിനാണ് ക്യാമ്പയിൻ ഡ്രിവൺ എന്റർപ്രൈസ് എന്ന ആശയം പ്രീസ്ലി മുന്നോട്ട് വെക്കുന്നത്.
ഒരു ബിസിനസ് എന്നത് എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുന്ന കുറേ ജോലികളല്ല, മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത ക്യാമ്പയിനുകളുടെ ഒരു പരമ്പരയാണ്. നൈക്കി പോലുള്ള വലിയ ബ്രാൻഡുകൾ നോക്കൂ. അവർ ഒരേ സമയം പല ക്യാമ്പയിനുകൾ നടത്തുന്നു. ബാസ്കറ്റ്ബോളിനൊന്ന്, ഗോൾഫിനു മറ്റൊന്ന്, സ്കേറ്റ് ബോർഡിങ്ങിന് വേറൊന്ന്. ഓരോന്നും ഓരോ പ്രത്യേക വിഭാഗം ആളുകളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇത് വലിയ കമ്പനികൾക്കല്ലേ സാധിക്കൂ? ഒരു സാധാരണക്കാരന് ഇതെല്ലാം കൂടി പ്ലാൻ ചെയ്ത് നടത്താൻ പറ്റുമോ? സാധിക്കും. ഏത് ചെറിയ ബിസിനസ്സിനും ചെയ്യാൻ കഴിയുന്ന 3 തരം ക്യാമ്പയിനുകളെക്കുറിച്ചാണ് പുസ്തകത്തിൽ പറയുന്നത്. ഒന്നാമത്തത് പെർഫെക്റ്റ് റിപ്പീറ്റബിൾ വീക്ക്. പേര് സൂചിപ്പിക്കുന്നതുപോലെ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ആവർത്തിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ ലക്ഷ്യം സ്ഥിരതയും പുതിയ ആളുകളിലേക്ക് എത്തുക എന്നതുമാണ്. ഉദാഹരണത്തിന്, എല്ലാ വെള്ളിയാഴ്ചയും ഒരു പുതിയ യൂട്യൂബ് വീഡിയോ ഇടുന്നത് പോലെയാണോ? അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു കഫേ എല്ലാ ബുധനാഴ്ചയും അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ കോഫിയെ പരിചയപ്പെടുത്തുന്നത് പോലെ? പെർഫെക്റ്റ്, അതാണ് റിപ്പീറ്റബിൾ വീക്ക്. രണ്ടാമത്തേത് ക്വാർട്ടർലി സ്പോട്ട്ലൈറ്റ് ക്യാമ്പയിൻ. ക്വാർട്ടർലി സ്പോട്ട്ലൈറ്റ് ക്യാമ്പയിൻ ഇത് ഓരോ 90 ദിവസത്തിലും, അതായത് 3 മാസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു വലിയ ഈവന്റാണ്. ഇത് നിങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ഊർജം നൽകുന്നു. ലുലു മാളിലുള്ള ഒരു ബൊട്ടീക്ക് ഓണത്തിന് അവരുടെ പുതിയ കളക്ഷൻ ലോഞ്ച് ചെയ്യുന്നത് പോലെയാണോ? അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ വർഷത്തിൽ 4 തവണ ഒരു പ്രത്യേക തീമിൽ മിനി ഫോട്ടോഷൂട്ട് പാക്കേജ് ഓഫർ ചെയ്യുന്നത് പോലെ? അതെ, അതൊരു പുതിയ ഉൽപ്പന്നത്തിന്റെ ലോഞ്ചാകാം, ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള സഹകരണമാകാം, അല്ലെങ്കിൽ ഒരു സീസണൽ ഓഫർ ആകാം. ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ക്യാമ്പയിനാണ് ആനുവൽ ബിഗ് മെസ്സേജ്. ഇതാണ് നിങ്ങളുടെ 7-Eleven 4 നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. അപ്പോൾ ഇത് നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ആളുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലേ? അതെ, ഒരു വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു പ്ലാറ്റ്ഫോമുകളിലൂടെയും നിങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്ന ഉള്ളടക്കങ്ങളാണിത്. നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ബിസിനസിന്റെ ലക്ഷ്യമെന്താണ് എന്നൊക്കെ ആളുകളെ അറിയിക്കുന്നത് ഈ ക്യാമ്പയിനിലൂടെയാണ്. ഇത് നിങ്ങളുടെ ബ്രാൻഡിന്റെ അടിസ്ഥാന ശിലയാണ്. ഈ 3 തരം ക്യാമ്പയിനുകളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനാണ് ഇതിന്റെ വിജയമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് 2026-ൽ എന്ത് ചെയ്യണമെന്നുള്ളത് 2025 അവസാനത്തോടെ തന്നെ ഒരു കാലണ്ടറിൽ എഴുതി വച്ചിരിക്കണം. അപ്പോൾ പിന്നെ ഓരോ ദിവസവും എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് വിൽക്കണം എന്ന് ആശയക്കുഴപ്പമില്ല. തീർച്ചയായും ഇത് ബിസിനസ്സിന് ഒരു താളവും ദിശാബോധവും നൽകുന്നു. വെറുതെ പ്രതികരിക്കുന്നതിന് പകരം കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഇത് സഹായിക്കും. ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റു ചില പ്രധാന ആശയങ്ങൾ കൂടി നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. 1. വ്യത്യസ്തനാകാൻ മടിക്കരുത്. നിങ്ങളുടെ സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത്. ഒരിക്കലൊരു ബിസിനസ് കോച്ച് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ അവധി ദിവസങ്ങളിൽ വിളിക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്യരുതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യമല്ല, മറിച്ച് അദ്ദേഹത്തോട് ബഹുമാനമാണ് തോന്നിയത്. കാരണം അദ്ദേഹത്തിന്റെ സമയത്തിന് വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് നല്ലൊരു പോയിന്റാണ്. പക്ഷെ ഒരു പുതിയ ബിസിനസ്സിന് അത്രയും കണിശമായി പെരുമാറാൻ സാധിക്കുമോ? തുടക്കത്തിൽ എല്ലാ കസ്റ്റമറെയും പ്രീണിപ്പിക്കേണ്ടി വരില്ലേ? ശരിയാണ്, അതൊരു വെല്ലുവിളിയാണ്. ഒരുപക്ഷെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് പതുക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കാം ഇത്. മറ്റൊന്ന്, മൂല്യം സൃഷ്ടിക്കുന്നത് ഒരു ഉൽപ്പന്നത്തിൽ മാത്രമല്ല, ഒരു ഇക്കോസിസ്റ്റത്തിലാണ് എന്നതാണ്. ജെയ്മി ഒലിവറിനെ പോലെ അദ്ദേഹത്തിന് TV ഷോ, പുസ്തകങ്ങൾ, റെസ്റ്റോറന്റുകൾ, പാചകത്തിനുള്ള സാധനങ്ങൾ എന്നിങ്ങനെ ഒരു വലിയ ലോകം തന്നെയുണ്ട്. ഇതിലെ പ്രധാന തത്വം ഇതാണ്: അറിവ് സൗജന്യമായി നൽകുക, പക്ഷേ അത് നടപ്പിലാക്കാൻ പണം വാങ്ങുക. ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ യൂട്യൂബിൽ സൗജന്യമായി പഠിപ്പിക്കുന്നു, എന്നാൽ ആ കേക്ക് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിത്തരാൻ പണം വാങ്ങുന്നു. അതുപോലെ ഉപഭോക്താക്കളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. നമ്മളൊരു വിഷയത്തിൽ വിദഗ്ധനാകുമ്പോൾ ഒരു തുടക്കക്കാരന്റെ ബുദ്ധിമുട്ടുകൾ എളുപ്പത്തിൽ മറന്നുപോകാൻ സാധ്യതയുണ്ട്. വലിയ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കാതെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സഹാനുഭൂതിയോടെ കാര്യങ്ങൾ വിശദീകരിക്കണം. അവസാനമായി, നിങ്ങളുടെ നിലവിലുള്ള ഉപഭോക്താക്കളെ സെലിബ്രിറ്റികളെ പോലെ പരിഗണിക്കണമെന്ന് പ്രീസ്റ്റ്ലി പറയുന്നു. പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പണം ചിലവാക്കുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് നിലവിലുള്ളവരെ സന്തോഷിപ്പിക്കുന്നത്. കാരണം അവർ സന്തുഷ്ടരാണെങ്കിൽ അവർ നിങ്ങൾക്കായി മാർക്കറ്റിംഗ് നടത്തും. ഇന്നത്തെ കാലത്ത് ഒരാളുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് ഒരു പത്രപരസ്യത്തെക്കാൾ മൂല്യമുണ്ട്. അവരുടെ വിജയകഥകൾ പങ്കുവെക്കുന്നത് പുതിയ ആളുകളെ ആകർഷിക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. അപ്പോ
ഓവർ സബ്സ്ക്രൈബ്ഡ് ആവുക എന്നതിനർത്ഥം ഉപഭോക്താക്കളെ തേടിയോടുന്നതിന് പകരം അവർ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം തന്ത്രപരമായി സൃഷ്ടിക്കുക എന്നതാണ്. ഇത് ഡിമാൻഡ് സപ്ലൈ നിയന്ത്രിക്കുന്നതിലൂടെയും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെ കണ്ടെത്തുന്നതിലൂടെയും കൃത്യമായ ക്യാമ്പയിനുകൾ നടത്തുന്നതിലൂടെയും സാധ്യമാകും. ചുരുക്കത്തിൽ, തിരക്കുണ്ടാക്കുകയല്ല, തിരക്കുള്ളതായി കാണിക്കുകയുമല്ല, മറിച്ച് യഥാർത്ഥത്തിൽ തിരക്കുള്ള ഒരു ബിസിനസ്സായി മാറുക. ഈ ആശയങ്ങളെല്ലാം വളരെ മികച്ചതാണ്, പ്രായോഗികവുമാണ്. പക്ഷെ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ പുസ്തകം കൃത്രിമമായ ദൗർലഭ്യം, അതായത് ആർട്ടിഫിഷ്യൽ സ്കാർസിറ്റി സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ട്. അതായത് സപ്ലൈ മനഃപൂർവ്വം കുറച്ചുവെച്ച് ഡിമാൻഡ് കൂട്ടുക. എന്നാൽ അനന്തമായി പകർത്താൻ കഴിയുന്ന ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഈ ലോകത്ത് എന്താണ് യഥാർത്ഥത്തിൽ ദൗർലഭ്യം? അത് ലഭ്യത പരിമിതപ്പെടുത്തലാണോ? അതോ ആർക്കും പകർത്താനാവാത്ത അത്രയും സവിശേഷമായൊരു കാഴ്ചപ്പാട്, ഒരു ചിന്ത നൽകുന്നതാണോ? ഒരുപക്ഷേ യഥാർത്ഥ ദൗർലഭ്യം നിങ്ങളുടെ ഉൽപ്പന്നത്തിലല്ല, നിങ്ങളുടെ ചിന്തകളിലാണ്, നിങ്ങളുടെ തനതായ ശബ്ദത്തിലാണ്. അതാണ് ഈ ലോകത്ത് മറ്റാർക്കും പകർത്താൻ കഴിയാത്ത ഒരേയൊരു കാര്യം.